അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത. അറസ്റ്റിലായ എറണാകുളം സ്വദേശി മധുവിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർ നിരീക്ഷണത്തിലാണ്. ഇറാനിൽ നിന്നും നാടുകടത്തിയ മധുവിനെ വെള്ളിയാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും എൻഐഎ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിൽ എൻഐഎ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. പ്രതികളായ സാബിത്ത്, സജിത്ത് എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. ഇവരുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, മനുഷ്യക്കടത്തിൽ അതിനിർണായകമായ വിശദാംശങ്ങൾ തന്നെയാണ് എൻഐഎ സംഘത്തിന് ലഭിച്ചത്. കൂടുതൽ അന്വേഷണം, കൂടുതൽ അറസ്റ്റിലേക്കുള്ള നീക്കം, അത് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് മധു എന്ന ഈ അവയവ കടത്ത് കേസിലെ ഏറ്റവും മുഖ്യ പ്രതിയായിട്ടുള്ള മധുവിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കാരണം 2024 മെയ് മാസത്തിലാണ് ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങളിലേക്ക് ആദ്യ വിരൽ ചൂണ്ടുന്നത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരാളെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിൻ്റെ വാതിലുകൾ തുറന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ചിലരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലും പ്രധാന പ്രതിയായിട്ടുള്ള ഈ മധുവിനെ അറസ്റ്റിലേക്ക് നീങ്ങിയിരുന്നില്ല. ഈ മധുവാണ് തുർക്കി കേന്ദ്രീകരിച്ച് മധുവാണ് ഇത്തരത്തിൽ ഇറാൻ കേന്ദ്രീകരിച്ച് അവയവ കടത്ത് നിയന്ത്രിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടിൽ നിന്ന് വിവിധ സാമ്പത്തികമായി പരാധീനതയിൽ കഴിയുന്നവരെ അവയവ കടത്തിന് വേണ്ടി ഇറാനിലേക്ക് എത്തിക്കുകയും അവിടുത്തെ പ്രാദേശിക നിയമങ്ങൾ അനുസരിച്ചാണ് ഇത്തരത്തിൽ അവയവദാനം നടത്തുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പാവപ്പെട്ടവരെ അവയവ കടത്തിന് വിധേയരാക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2025 മെയ് 2025 ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിൽ സാബിത്ത്, സജിത്ത് ശ്യാം, ബെല്ലംകൊണ്ട രാംപ്രസാദ്, അതുപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റിലായ മധുവിനെതിരെയുമാണ് കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഇപ്പോൾ മധുവിനെ 18 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട അവയവ കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പിടിയിലാക്കപ്പെട്ടവരിന് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളിലേക്ക് സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ എൻഐഎ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കടന്നത് ഈ മധുവിൻ്റെ ചോദ്യം ചെയ്യലിലാണ്. മധുവിനെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ കൂടുതൽ അറസ്റ്റിലേക്കും കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കും എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, മനുഷ്യക്കടത്ത് കേസിൽ അതിനിർണായകമായ വിശദാംശങ്ങൾ തന്നെയാണ് എൻഐഎ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻഐഎ. മിഥുനയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.